വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായം 35-ാമത്തെ വാക്യം പ്രകാരം നമ്മൾ വായിക്കുന്നു. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അതുകൊണ്ട് ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നമുക്ക് തന്ന ഈ 3 ദിവസത്തെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളും ഈ 3 ദിവസത്തെ ധ്യാനത്തിലൂടെ ഈശോ ഏറ്റെടുക്കുന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ജീവിതത്തിൻ്റെ എല്ലാ കെട്ടുകളും കർത്താവായ യേശു ക്രിസ്തു ഇവിടെ നടക്കുന്ന വിവിധങ്ങളായ ശുശ്രൂഷകളിലൂടെ നമ്മളിൽ നിന്ന് ഏറ്റെടുക്കുന്നതിനെ ഓർത്ത്, കെട്ടുകൾ അഴിച്ച് നമ്മളെ സ്വതന്ത്രരാക്കുന്നതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകത്താൽ നിറഞ്ഞ് പുതു സൃഷ്ടികളായിട്ട് മാറ്റപ്പെടുവാൻ ദൈവത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഈ ഭൂമിയിൽ നമ്മൾ ഓരോരുത്തരെയും വിളിച്ച ദൈവത്തിൻ്റെ വലിയ പദ്ധതിയെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയിലൂടെ ക്രിസ്തുവിലേക്ക് എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു ധ്യാനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ആപ്തവാക്യമായിട്ട് നമ്മൾ എടുക്കേണ്ടത്. പരിശുദ്ധ അമ്മയിലൂടെ ഈശോയിലേക്ക്. വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് പറയുന്നത്, ഈശോ ആദ്യമേ ലോകത്തിലേക്ക് വന്നത് പരിശുദ്ധ അമ്മയിലൂടെയാണെങ്കിൽ അവൻ്റെ 2ാം വരവും പരിശുദ്ധ അമ്മയിലൂടെ തന്നെയായിരിക്കും. ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ്റെ 2ാമത്തെ വരവും പരിശുദ്ധ അമ്മയിലൂടെ തന്നെയായിരിക്കും. പ്രിയപ്പെട്ട ദൈവജനമേ, ഈശോ ഈ ലോകത്തിലേക്ക് കടന്നു വരുവാൻ, കർത്താവായ യേശു ക്രിസ്തുവിന് ഈ ലോകത്തിലേക്ക് കടന്നു വരുവാൻ അവൻ സ്വീകരിച്ച ആദ്യത്തെ സക്രാരി, പിതാവായ ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുവാൻ വേണ്ടി ഒരുക്കിയ ആദ്യത്തെ സക്രാരി എന്ന് പറയുന്നത് പരിശുദ്ധ കന്യകാമറിയമാണ്. ആമേൻ, ഹല്ലേലൂയ. ആ ആദ്യത്തെ സക്രാരിയിലായിരുന്നു കൊണ്ട് കർത്താവായ യേശു ക്രിസ്തു തന്റെ ആദ്യത്തെ വചന പ്രഘോഷ പരമ്പര ആരംഭിച്ചു എന്നുള്ളതാണ്. വിശുദ്ധ സ്നാപക യോഹന്നാനോട് കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധ അമ്മയുടെ ഉദരത്തിലായിരുന്നു കൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആണ് കർത്താവായ ദൈവം തന്റെ അനുഗ്രഹ പ്രഭാഷണം ആരംഭിച്ചത്. ഈശോ ആരംഭിച്ചത് അമ്മയോടുകൂടെയാണ്. അവസാനം ഈശോ അവസാനിപ്പിച്ചതും തന്റെ പരിശുദ്ധ ശരീരത്തെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മടിയിലേക്ക് ഇറക്കി കൊടുത്തുകൊണ്ടാണ് ഈശോ ഈ അവസാനം ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, കർത്താവായ യേശു ക്രിസ്തു പിതാവായ ദൈവത്തിലേക്ക് തന്റെ ആത്മാവിനെ സമർപ്പിച്ച് താൻ ആരിൽ നിന്ന് കടന്നു വന്നുവോ അവളിലേക്ക് തന്റെ ശരീരത്തെ ഏൽപ്പിച്ചു. ക്രിസ്തു ജനിച്ചപ്പോഴും ക്രിസ്തു മരിച്ചപ്പോഴും യേശുവിന്റെ ശരീരത്തെ സ്വീകരിക്കാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ അമ്മയിലൂടെ തന്നെ വേണം പ്രിയപ്പെട്ട ദൈവജനമേ ക്രിസ്തുവിനെ അറിയാൻ. ആദ്യം മുതൽ അവസാനം വരെ ജീവസുറ്റ ശരീരമായിട്ടും ചേതനയറ്റ ശരീരമായിട്ടും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് കർത്താവായ യേശു ക്രിസ്തു കടന്നു ചെന്നിട്ടുണ്ടെങ്കിൽ ഞാനും നിങ്ങളും പരിശുദ്ധ അമ്മയിലൂടെ തന്നെ വേണം ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ. കാരണം അമ്മയിലൂടെ ക്രിസ്തുവിനെ മനസ്സിലാക്കുന്ന, അമ്മയിലൂടെ ക്രിസ്തുവിലേക്ക് നടന്നു ചെല്ലുന്ന ഒരു വ്യക്തിയെയും കർത്താവായ യേശു ക്രിസ്തു തള്ളിക്കളയത്തില്ല. നമ്മുടെ പാപത്തിന്റെ പങ്കിലമായ അവസ്ഥയിലാണെങ്കിലും, നമ്മൾ പാപത്തില് അടിയറവ് പറഞ്ഞുകൊണ്ട് പാപത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന അവസ്ഥയിലാണെങ്കിലും പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്നുണ്ട്, എന്നിലേക്ക് നിന്റെ സകല പാപത്തെയും പാപ സാഹചര്യങ്ങളെയും തന്നുകൊണ്ട് നിന്നെ എന്റെ പുത്രനോട് ചേർക്കാൻ നീ എന്നെ അനുവദിക്കുക എന്നൊരു സംബോധന പരിശുദ്ധ അമ്മ നമ്മളോട് ചെയ്യുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ
ലോകത്തിന്റെ അരൂപികളില്, ലോക അധിനിവേശത്തിൽ, നമ്മുടെ ആത്മാവിലേക്കുള്ള ലോകത്തിന്റെ ഒരു അധിനിവേശമുണ്ട്. നമ്മളായിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് നമ്മളിലേക്ക് കടന്നു വരുന്ന ദേശത്തിന്റെ അരൂപികളുണ്ട്. പ്രിയപ്പെട്ട ദൈവജനമേ, അത് നമ്മളെ കീഴടക്കുമ്പോൾ പലപ്പോഴും പരിശുദ്ധ അമ്മ ജപമാലയിലൂടെയും മറ്റും നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാനായിട്ട് നമ്മുടെ കാതുകള് പലപ്പോഴും അടഞ്ഞു കിടക്കുക. അതുകൊണ്ട് ഈശോ നമ്മളോട് പറയുന്നു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയിലേക്ക് കടന്നു വന്ന ക്രിസ്തു നമ്മളോട് പറയുന്നത് മറ്റൊന്നല്ല, അമ്മ വഴി തന്നിലേക്ക് കടന്നു വരാനാ. അമ്മ വഴി യേശുവിലേക്ക് കടന്നു ചെല്ലാൻ ഈശോ നമ്മളോട് ആവശ്യപ്പെടുക. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഒന്നാമത്തേത്, നമ്മള് സന്തോഷത്തിന്റെ രഹസ്യം എടുത്താല് അതില് ആദ്യത്തെ രഹസ്യമാണ് മംഗളവാർത്തയുടെ രഹസ്യം. ആ 5 രഹസ്യങ്ങൾ ധ്യാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ 5 തലങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏറ്റവും ആദ്യത്തെ തലമാ നമ്മളിപ്പോ കേട്ടത്. അതായത് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കുമെന്ന് പറയുന്നത്. ക്രിസ്തു എന്ന് പറയുന്ന ദൈവത്തിന് ലോകത്തിലേക്ക് കടന്നു വരാനുള്ള ശരീരമാണ് യേശു. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിച്ചു എന്നുള്ളതാണ്. ക്രിസ്തു എന്ന് പറയുന്ന ദൈവത്തിന് ലോകത്തിലേക്ക് കടന്നു വരുവാൻ യേശു എന്ന് പറയുന്ന ശരീരം, യേശു ക്രിസ്തു ഒരേ സമയം ദൈവവും ഒരേ സമയം മനുഷ്യനുമായി. ഈ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചവളാണ് പരിശുദ്ധ അമ്മ. ഈ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചവള് ഉൽപ്പത്തി പുസ്തകം അതിന്റെ 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവമായ കർത്താവ് ഇപ്രകാരം പറഞ്ഞു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. ആദ്യം ദൈവമായ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചത് തൻ്റെ, അതായത് ദൈവത്തിന്റെ ഛായയിലും അവന്റെ സാദൃശ്യത്തിലും മനുഷ്യന് രൂപം കൊടുത്തു. വീണ്ടും നമ്മള് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിന്റെ 2:14 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, അവൻ ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി മനുഷ്യന്റെ രൂപം സ്വീകരിച്ചു. പ്രിയപ്പെട്ട ദൈവജനമേ, ആകൃതിയിൽ മനുഷ്യന്റെ സാദൃശ്യം സ്വീകരിച്ചുകൊണ്ട് ആകൃതിയിൽ മനുഷ്യനെ പോലെ കർത്താവായ ദൈവം കാണപ്പെട്ടു. ആദ്യത്തേതിൽ നിന്ന് തികച്ചും വിപരീതമായ അവസ്ഥയിലേക്ക് ദൈവമായ കർത്താവ്, ഉൽപ്പത്തിയിൽ നമ്മൾ വായിക്കുന്നു, ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യന് രൂപം കൊടുത്തപ്പോൾ കർത്താവായ ദൈവം തന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ മനുഷ്യന്റെ സാദൃശ്യത്തിലും ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെടുവാൻ പരിശുദ്ധ അമ്മയിലേക്ക് കടന്നു വന്നപ്പോൾ ആ മനുഷ്യനെ പോലെ കാണപ്പെട്ട യേശുവിന് വേണ്ടി അവിടെ പറയുന്നു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ആമേൻ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. 2 അഭിഷേകത്തെ അമ്മ ഒരേ സമയം സ്വീകരിച്ചു. ആമേൻ, ഹല്ലേലൂയ. എന്നിലും നിങ്ങളിലും ഉള്ളത് ഈ പറയുന്ന തരത്തിലുള്ള 2 തലങ്ങളുണ്ട്. എന്നിലും നിങ്ങളിലുമുള്ള സ്പിരിച്വൽ ബോഡിയുണ്ട്, ഫിസിക്കൽ ബോഡിയുണ്ട്. എന്റെ അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും ഞാൻ എൻ്റെ ഭൗതിക ശരീരത്തെ സ്വീകരിച്ചപ്പോൾ ഇതിനകത്തേക്ക് ദൈവത്തിന്റെ സ്പിരിച്വൽ ബോഡി എന്ന് പറയുന്ന ദൈവത്തിന്റെ ആത്മാവ് സ്വീകരിച്ചു. അപ്പോ സ്വർഗത്തിൽ നിന്നൊരു വിഹിതത്തെ സ്വീകരിക്കുവാൻ എൻ്റെ അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും ഞാൻ ശരീരം കൊണ്ട് മനുഷ്യനായി തീർന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, ഇതാണെങ്കിൽ നമ്മിലേക്കും ഇതുപോലെ തന്നെ പരിശുദ്ധ അമ്മ വഴി നൽകപ്പെട്ട ഒരു അഭിഷേകമുണ്ട്. ആ അഭിഷേകമാണ് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേലും ആവസിക്കും. കാരണം നിന്റെ ഉള്ളിലുള്ള ദൈവാത്മാവിനെ നിന്റെ അമ്മയുടെ ഉദരത്തിലേക്ക് അയച്ചത് നിന്റെ ശരീരത്തിലേക്ക് നിനക്ക് സ്വീകരിക്കാനാ. ആമേൻ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ എന്റെ ശരീരത്തെ വേട്ടയാടുന്ന രോഗങ്ങളോ എന്റെ ആത്മാവിനെ വേട്ടയാടുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രാർത്ഥനക്കുറവോ അഭിഷേകക്കുറവോ ആണോ? പ്രിയപ്പെട്ട ദൈവജനമേ, ഈശോ നമ്മളോട് പറയുന്നു, അമ്മയുടെ മാധ്യസ്ഥം വിളിച്ച് പ്രാർത്ഥിക്കണം. കാരണം അവളിലേക്കാണ് അത്യുന്നതന്റെ ശക്തി കടന്നു വന്നത്, അവളിലേക്കാണ് പരിശുദ്ധാത്മാവിന്റെ നിറവ് കടന്നു വന്നത്, അവളാണ് പരിശുദ്ധാത്മാവിന്റെ
വിതരണക്കാരി. ആമേൻ, ഹല്ലേലൂയ. വലതുകരം ഉയർത്തി പറയട്ടെ അഭിഷേകത്തോടെ ഹല്ലേലൂയ. വിശ്വാസത്തോടെ പറയട്ടെ ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നമ്മൾ സ്വീകരിച്ച ഈ മംഗളവാർത്തയാണ് പ്രിയപ്പെട്ടവർ, അമ്മയിൽ നിന്ന് ഞാനും നിങ്ങളും സ്വീകരിച്ചിരിക്കുന്നത് ഇത്തരത്തിലൊരു മംഗളവാർത്തയാണ്. അമ്മയിൽ നിന്ന് നമ്മൾ സ്വീകരിച്ചതാ ഈ മംഗളവാർത്ത. അമ്മയ്ക്ക് വേണ്ടിയുള്ള മംഗളവാർത്ത മാത്രമല്ല, ലോകത്തിന് വേണ്ടിയിട്ടുള്ള മംഗളവാർത്ത. അതായത് എനിക്ക് കൂടെ സ്വീകരിക്കാൻ അമ്മയ്ക്ക് നൽകപ്പെട്ട മംഗളവാർത്ത. ഒന്നാമത്തെ രഹസ്യം സന്തോഷത്തിന്റെ. പ്രിയപ്പെട്ട ജനമേ, ഇവിടെ പരിശുദ്ധ അമ്മ സ്വീകരിച്ചു. അമ്മ സ്വീകരിച്ചപ്പോ അമ്മയ്ക്ക് ഉത്കണ്ഠകൾ ഉണ്ടായിരുന്നപ്പോൾ അമ്മ അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അമ്മയുടെ ആദ്യത്തെ പ്രാർത്ഥനാനുഭവം. അമ്മ ഗബ്രിയേൽ മാലാഖയിൽ നിന്ന് കിട്ടിയതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ദൈവത്തിന്റെ അരുളപ്പാടുകളെ, ദൈവം നടക്കുമെന്ന് നിറവേറുമെന്ന് പറഞ്ഞ പ്രവചനങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. നമുക്കില്ലാത്തതും ഇത് തന്നെയാ. നമ്മളതെല്ലാം പരസ്യമാക്കുമ്പോൾ ലോകത്തിന്റെ, ദേശത്തിന്റെ അരൂപികള് നമ്മളേത് കീഴടക്കാൻ കാരണമാകുന്നു. സകല ശക്തി നമ്മുടെ മേൽ കടന്നു വരാനായിട്ടുള്ള ഒന്നാമത്തെ കാരണമാണ് നമ്മൾ ദൈവത്തിന്റെ അരുളപ്പാടുകൾ പലതും നമ്മളെ എക്സ്പോസ് ചെയ്യും ലോകത്തിന്റെ മുൻപിൽ. സകല ശക്തി രോഗമായിട്ട്, കടബാധ്യതയായിട്ട്, കുടുംബ തകർച്ചയായിട്ട്, കുടുംബ പ്രശ്നമായിട്ട് കടന്നു വരാനുള്ള ഒന്നാമത്തെ കാരണം ഇതാണ്. ദൈവം തന്ന ചില അരുളപ്പാടുകളുണ്ട്. വിശുദ്ധമായി ദൈവം സൂക്ഷിക്കാൻ തന്ന ചില സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. കൂദാശകളായിട്ട്, കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമായിട്ട്, പരസ്പര പ്രവൃത്തികളായിട്ട്, ക്ഷമിക്കാനുള്ള കൃപയായിട്ട് ദൈവം തന്നിരിക്കുന്ന, സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന പല ഗുണങ്ങളും നമ്മളിങ്ങനെ എക്സ്പോസ് ചെയ്യാം. ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എക്സ്പോസ് ചെയ്യുന്നിടത്ത് പ്രിയപ്പെട്ട ദൈവജനമേ, സാത്താന്റെ അരൂപിയാണ് നമ്മളെ അപ്പോൾ ആ സമയം നമ്മുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും ഏറ്റെടുത്ത് അവനോട് നമ്മെ ചേർത്ത് വെക്കുന്നത്. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ അത് അവൻ ഏറ്റെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും തിന്മയുടെ പല കെട്ടുകള്, മാരക രോഗത്തിന്റെ കെട്ടുകള്, മാറാരോഗത്തിന്റെ കെട്ടുകള്, കിടപ്പായി പോകുന്ന രോഗത്തിന്റെ കെട്ടുകള്, എന്താ പറയാ, വചനം കേൾക്കാനുള്ള അലസത, ക്ഷീണം, മടി, തളർച്ച, നിരാശ, കുടുംബ പ്രാർത്ഥനകള് അന്യം നിന്ന് പോകുന്ന അവസ്ഥകള്, മൊബൈൽ ഫോൺ അഡിക്ഷൻ, പൊണോഗ്രാഫി, ഫോണിക്കേഷൻ എന്ന് വേണ്ട ലോകത്തിൻ്റെതായിട്ടുള്ള ആരൂപികളിലേക്ക് നമ്മുടെ ശരീരവും മനസ്സും നമ്മള് പതുക്കെ സറണ്ടർ ചെയ്ത് വിട്ടുകൊടുക്കും. ഈ വിട്ടുകൊടുത്ത് അവന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കുക സാത്താന്റെ മുൻപില്. അവസാനം ഏതെങ്കിലും ഒരു രോഗം പിടികൂടുമ്പോ, കടബാധ്യത പിടികൂടുമ്പോ, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തില് ചില പ്രതികൂല സാഹചര്യങ്ങൾ നമ്മളെ ഭരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ദൈവത്തെ അന്വേഷിച്ചോടും. ആ സമയത്താണ് ഉള്ളിൽ വസിക്കുന്നവനെ അന്വേഷിച്ച് ലോകം മുഴുവനും നമ്മൾ ഓടി നടക്കുന്നത്. പ്രിയപ്പെട്ട ദൈവജനമേ, ഇവിടെയാണ് പരിശുദ്ധ അമ്മ പഠിപ്പിച്ച ഒരു പാഠത്തെ നമ്മൾ സ്വീകരിക്കേണ്ടത്. അമ്മ പറയുന്നു, ഞാൻ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നുള്ളത്. പലപ്പോഴും പരിശുദ്ധ അമ്മയുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അമ്മയുടെ തിരുസ്വരൂപത്തിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, പല ശുശ്രൂഷകളിലേക്കും പോകുന്നതിന് മുൻപ് അമ്മയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കും. കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആദ്യമേ മനസ്സിലേക്ക് കടന്നു വരുന്നത് കഴിഞ്ഞ കാല ജീവിതമാണ്. എൻ്റെ അയോഗ്യതകൾ ആദ്യം കടന്നു വരും. ഈ അയോഗ്യതകൾ ഇങ്ങനെ വന്നു കടന്ന് അവസാനം പരിശുദ്ധ അമ്മയുടെ മുമ്പില് കണ്ണുനീരായിട്ട് പുറത്തേക്ക് വരുമ്പോ അമ്മ പറയും, നിന്റെ കുറവുകള് എനിക്ക് തരിക എന്നൊരു സ്വരം ചെവിയിൽ ഇങ്ങനെ കേൾക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, നിന്റെ കുറവുകള് എനിക്ക് തരിക, നീ അതേക്കുറിച്ച് ചിന്തിക്കരുത് എന്നാണ് പരിശുദ്ധ അമ്മ പറയുന്നത്. അമ്മ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, നിനക്ക് അജ്ഞാതമായ, നിനക്ക് അറിവില്ലാത്ത സ്വർഗത്തെക്കുറിച്ച് നീ എന്തിനാ ആകുലപ്പെടുന്നത് എന്നെപ്പോഴും അമ്മ ചോദിക്കാറുണ്ട്. നിനക്ക് അജ്ഞാതമായ, നിനക്ക് അറിവില്ലാത്ത സ്വർഗത്തെക്കുറിച്ച്. നമ്മുടെ അയോഗ്യതകളില് പലപ്പോഴും ദൈവത്തിന്റെ സ്വർഗത്തിന്റെ അവസ്ഥകളെ നമ്മൾ അജ്ഞാതമായിട്ട് നമ്മൾ കൊണ്ടുനടക്കുക, അറിവില്ലാത്തതായിട്ട് നമ്മൾ കൊണ്ടുനടക്കുക. കാരണം ലോകാരൂപി നമ്മളെ ഭരിക്കുമ്പോൾ, ലോകത്തിന്റെ അരൂപി നമ്മുടെ മേൽ ആധിപത്യം ചുമത്തുമ്പോൾ, രോഗങ്ങളായിട്ട്, ബാധ്യതകളായിട്ട്, കുടുംബ പ്രശ്നങ്ങളായിട്ട് ഒക്കെ നമ്മുടെ മേൽ ഈ അരൂപി ആധിപത്യം ചുമത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തെ അറിയാനുള്ള തലം നമ്മളിൽ നിന്ന് മാറിപ്പോകും. നമ്മുടെ പ്രാർത്ഥനകളുടെ നിലവാരം പലപ്പോഴും കുറഞ്ഞു പോകും. നമ്മുടെ പ്രാർത്ഥനകള് കാര്യസാധ്യത്തിന് വേണ്ടി ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ സ്വർഗത്തോളം ഉയരാൻ നമുക്ക് പറ്റില്ല.
നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും ഈ കാര്യം സാധിച്ചു കിട്ടണം, ഈ കാര്യം സാധിച്ചു കിട്ടണം. അപ്പൊ നമ്മുടെ തലം ലോകത്തിൽ തന്നെ നിൽക്കുക. ദൈവത്തെ അറിയണമെങ്കിൽ, സ്വർഗത്തെ നേടണമെങ്കിൽ അമ്മ പഠിപ്പിച്ചതുപോലെ നമ്മുടെ പ്രാർത്ഥനയുടെ നിയോഗങ്ങള് സ്വർഗത്തിന് ഇഷ്ടപ്പെട്ടതായിരിക്കണം. പ്രാർത്ഥനയുടെ നിയോഗങ്ങള് സ്വർഗത്തോളം ഉയർത്തപ്പെട്ടതാണെങ്കിലാണ് പ്രിയപ്പെട്ട ദൈവജനമേ സ്വർഗത്തെ മനസ്സിലാക്കി ജീവിക്കാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ. അതല്ലെങ്കിൽ പ്രിയപ്പെട്ട ദൈവജനമേ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകള് ഈ ഒരു നിലവാരത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തെയും കുടുംബത്തെയും തകർക്കാനായിട്ട് സാത്താന്റെ ശക്തികള് കുടുംബത്തിലും ശരീരത്തിലും ചാർജെടുക്കുന്നത്. നമ്മുടെ കുടുംബത്തിലും ശരീരത്തിലും സാത്താന്റെ ശക്തികൾ ചാർജെടുക്കുന്നുണ്ടെങ്കിൽ ഓർത്തോ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ പ്രാർത്ഥനയുടെ തലം, നിയോഗങ്ങളുടെ തലം സ്വർഗത്തോളം ഉയരപ്പെട്ടിട്ടില്ല. അതുകൊണ്ടെന്താ സാത്താൻ നമ്മുടെ മേല് ലോകത്തിൽ തന്നെ നിലനിൽക്കുന്ന പ്രാർത്ഥനയാ പലപ്പോഴും ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ട ദൈവജനമേ സ്വർഗത്തോളം നമ്മെ ഉയർത്താൻ ദൈവത്തിന് സാധ്യമാകാതെ വരും. അതുകൊണ്ട് നമ്മുടെ നിയോഗങ്ങളിലുള്ള നിലവാരത്തെ പരിശോധിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള ഒരു അവബോധം നമുക്കുണ്ടാകണം. നമ്മുടെ നിയോഗങ്ങളിലും പ്രാർത്ഥനകളിലും ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു നിലവാരമുണ്ട്. ക്രിസ്തുവിനോട് ചേർത്ത് വെക്കേണ്ടതായിട്ടുള്ള ഒരു നിലവാരം നമ്മുടെ പ്രാർത്ഥനകളിലില്ല എന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ദൈവജനമേ നമ്മൾക്ക് സ്വർഗത്തോളം ഉയരാൻ പറ്റില്ല. ലോകത്തിൽ മരിച്ച് ജീവിക്കുന്നത് വരെ, അല്ലെങ്കിൽ ജീവിച്ച് മരിക്കുന്നത് വരെ അത്രം വരെ മാത്രമുള്ള നിയോഗങ്ങളെ നമ്മുടെ അധരത്തില് ദൈവത്തിന് സമർപ്പിക്കാനായിട്ട് കടന്നു വരികയുള്ളൂ. അപ്പോഴാണ് നമ്മൾ സ്വർഗത്തോളം ഉയർത്തപ്പെടാത്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തെ രഹസ്യത്തിൽ നമുക്കറിയാം, പരിശുദ്ധ അമ്മ എലിശോമയെ സന്ദർശിക്കാൻ പോയി. ഈശോ പോലും പരിശുദ്ധ അമ്മയുടെ ഉദരത്തില് 9 മാസക്കാലം തടവിലാക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. വിശുദ്ധം പറയുന്നത് ഈശോ പോലും പരിശുദ്ധ അമ്മയുടെ തടവറയിലായിരുന്നു എന്നാണ് 9 മാസക്കാലം. യേശു ക്രിസ്തു എന്ന് പറയുന്ന ദൈവം പരിശുദ്ധ അമ്മയുടെ ഉദരത്തില് 9 മാസം അമ്മയോട് കൂടെ അമ്മയുടെ തടവില് എന്നാണ് വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് പറയുന്നത്. അപ്പോ ഈശോ അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന 9 മാസക്കാലത്തിലും ഈശോ അമ്മയോട് കൂടെ അവിടെ നിന്നുകൊണ്ട് തന്നെയാണ് ഈശോ തന്റെ ആദ്യത്തെ വചന പ്രഘോഷണം ആരംഭിക്കുന്നത്. എലിസബത്തിനെ അമ്മ സന്ദർശിച്ചപ്പോൾ. പ്രിയപ്പെട്ട ദൈവജനമേ, എപ്പോഴെല്ലാം നമ്മൾ വചനത്തെ ഉപയോഗിക്കാൻ തുടങ്ങുന്നുണ്ടോ, നമ്മുടെ ജീവിതത്തില് വചനം വായിക്കാൻ തുടങ്ങുന്നുണ്ടോ, വചനത്തിന്റെ ആഴത്തിലേക്ക് നമ്മൾ നമ്മുടെ ചിന്തകളെ കൊണ്ടുപോകുന്നുണ്ടോ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം, അമ്മ എൻ്റെ ഉദരത്തിലും അമ്മയുടെ ഉദരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തില് ഞാനും ഉദരത്തിലായിരിക്കുന്ന ഈശോയോട് കൂടെ അമ്മ എന്നെ സ്വീകരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. കാരണം അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന സമയത്താണ് ഈശോ തന്റെ ആദ്യത്തെ വചന പ്രഘോഷണം ആരംഭിക്കുന്നത്. അവിടെ എലീശോയെ അമ്മ സന്ദർശിക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവജനമേ, എലിസബത്തിന്റെ ഉദരത്തിലുള്ള ശിശു സന്തോഷം കൊണ്ട് കുതിച്ചു ചാടാൻ 2 കാരണങ്ങളാണ്. 1 പരിശുദ്ധ അമ്മയുടെ സാമീപ്യവും, 2 അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യവും. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ 2 അവസ്ഥകളില് തന്നെ ലോകത്തിന് കാട്ടിക്കൊടുക്കാനുള്ള വഴികാട്ടിയായിട്ട് 3 മാസക്കാലം വിശുദ്ധ സ്നാപകനെ ഈശോയും പരിശുദ്ധ അമ്മയും കൂടെ ഒരുക്കുന്ന ഒരു ശുശ്രൂഷ. ആമേൻ, ഹല്ലേലൂയ. അപ്പോ നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ സ്വീകരിക്കാനുള്ള ഒരുക്കമാണ് പരിശുദ്ധ അമ്മ എലിസബത്തിനെ സന്ദർശിക്കുന്നത് വഴി നമ്മൾ സ്വീകരിക്കേണ്ടത്. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാൻ, അല്ലെങ്കിൽ അവന് വഴികാട്ടിയായിട്ട് ഞാനും നിങ്ങളും മാറ്റപ്പെടണം. അവിടെയും നമ്മുടെ പ്രാർത്ഥനകളുടെ നിയോഗങ്ങള് പലപ്പോഴും ദൈവത്തോളം ഉയരുന്നില്ല. അവിടെ നമ്മുടെ പ്രാർത്ഥനകളുടെ നിയോഗങ്ങൾ പലപ്പോഴും എൻ്റെ കാര്യസാധ്യം എന്നുള്ള തലത്തില് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന്റെ ആ ഒരു തലത്തോളം നമ്മുടെ പ്രാർത്ഥനകളുടെ നിലവാരവും ഉയരേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ. വലതുകരം ഉയർത്തി പറയട്ടെ ഹല്ലേലൂയ. വിശ്വാസത്തോടെ പറയട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 38 വയസ്സുള്ള ഒരു
മകളുടെ ഇടത് ബ്രസ്റ്റിലുള്ള ഒരു മുഴ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഈശോ കാണിക്കുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്ത് ഭക്ഷണം കഴിച്ചാലും അത് അസിഡിറ്റിക് അല്ലെങ്കിൽ നെഞ്ചിരിച്ചല് പോലുള്ള ഒരു അസ്വസ്ഥതയ്ക്ക് കാരണമാകുന്ന ഒരു മകളുടെ ആ ഒരു ബന്ധനത്തെ കർത്താവ് ഇപ്പോൾ എടുത്തു മാറ്റുന്നത് ഈശോ കാണിക്കുന്ന ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഉണർവോടെ സ്തുതിച്ചുകൊണ്ടായിരിക്കണേ. നിങ്ങളുടെ ആവശ്യങ്ങളിൽ ഈശോ ഇടപെടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആവശ്യങ്ങളിൽ ഈശോ ഇടപെടുന്നുണ്ട്. പരിശുദ്ധ ബലിയോടെ അർപ്പിക്കപ്പെടുമ്പോൾ ഈശോ കാണിച്ചു തന്നാണ് വലിയൊരു പ്രകാശം നിങ്ങളുടെ മേൽ വീശുന്നത്. ഈശോ കാണിച്ചു തന്ന. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങളായിരിക്കുന്നത് വെറുതെ എവിടെയെങ്കിലും അല്ല, ദൈവത്തിന്റെ വചനത്തിന്റെ കൂടാരത്തില. ഈ ഓരോ തൂണിലും തുരുമ്പിലും വരെ ദൈവത്തിന്റെ വചനം ഉള്ളത് കൊണ്ട് സൗഖ്യവും വിടുതലും ഇവിടുന്ന് പ്രാപിച്ചിട്ടേ നിങ്ങൾ മടങ്ങാവൂ. അതുകൊണ്ട് നിങ്ങൾ ഉണർവോടുകൂടെ ആയിരിക്കണേ, വിശുദ്ധിയോടുകൂടെ, വിശ്വാസത്തോടുകൂടെ ദൈവ സമക്ഷം ആയിരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, നടപടി പുസ്തകം അതിന്റെ 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്. അനന്തരം ശിഷ്യന്മാര് 11 പേരും യേശുവിന്റെ അമ്മയായ മറിയത്തോട് കൂടെ ആയിരുന്നു എന്നുള്ളത്. യേശുവിന്റെ അമ്മയായ മറിയത്തോടു കൂടെ ആയിരുന്നു. അപ്പോസ്തല പ്രവർത്തനം അതിന്റെ 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ശിഷ്യന്മാരുടെ മേൽ അഗ്നി നാവുകളായിട്ട് പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടു. അഗ്നി നാവുകളായിട്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. എന്തുകൊണ്ട്? പരിശുദ്ധ അമ്മയോടുകൂടെ അവര് ആയിരുന്നു എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയോടുകൂടെ അവരായിരുന്നു എന്നുള്ളത്. പ്രിയപ്പെട്ട ദൈവജനമേ, 3-ാമത്തെ രഹസ്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ അവിടെ നമുക്കറിയാം യേശുവിന്റെ തിരുജനനം. യേശുവിന്റെ ജനനത്തെ കുറിച്ച് സന്തോഷത്തിന്റെ 3-ാമത്തെ രഹസ്യത്തിൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈ 3-ാമത്തെ രഹസ്യവും നടപടി പുസ്തകം അതിന്റെ 1-ന്റെ 14-ാമത്തെ വാക്യത്തോട് ചേർത്ത് വെച്ച് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. അപ്പൊ നമുക്ക് മനസ്സിലാകും, അവിടെയും പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഈശോ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന ദിവസം. ഇതുപോലെ തന്നെ അമ്മയോട് കൂടെ ആയിരുന്ന ശിഷ്യന്മാര് ലോകത്തിലേക്ക് അയക്കപ്പെടാൻ വേണ്ടിയിട്ട് ഒരുക്കപ്പെട്ട സഹിയോൻ മാളിക അനുഭവത്തെ നമ്മൾ എപ്പോഴും ധ്യാനിക്കണം. പ്രത്യേകിച്ച് കർത്താവിന് വേണ്ടി ശുശ്രൂഷ വരയിലായിരിക്കുന്ന ഒത്തിരി മക്കൾ ഈ കൂട്ടത്തിലുണ്ട്. ഈശോയ്ക്ക് വേണ്ടി പലതരത്തിലുള്ള ശുശ്രൂഷകൾ ചെയ്യുന്നവരുണ്ട്. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ 3-ാമത്തെ രഹസ്യം പരിശുദ്ധ അമ്മ, എല്ലാം രഹസ്യങ്ങളാണ്. അതിനകത്ത് അടങ്ങിയിരിക്കുന്ന രഹസ്യം എന്റെ അന്തരാത്മാവിന് വെളിപ്പെട്ട് കിട്ടേണ്ട രഹസ്യങ്ങളാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്ന ആ ഒരു ജ്ഞാനത്തിന്റെ രഹസ്യത്തെ നിങ്ങൾ കാണണം. കാരണം ആ രഹസ്യത്തിൽ ഇപ്രകാരം നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. അമ്മയോട് കൂടെ ആയിരുന്ന 11 പേര്. അടുത്തത് 12-ാമത്തെ തിരഞ്ഞെടുപ്പ്. പ്രിയപ്പെട്ട ദൈവമേ, ആ 11 പേരും അമ്മയും ആയിരുന്നു. ഒപ്പം മറ്റു സ്ത്രീകളും യേശുവിന്റെ സഹോദരന്മാരും ഒപ്പം ഉണ്ടായിരുന്നു എന്ന് ആ വചനത്തിൽ നമ്മൾ വായിക്കുന്നു. യേശുവിനോട് കൂടെ ആയിരുന്നവരെല്ലാം പരിശുദ്ധ അമ്മയോടും കൂടെ ആയിരുന്നു എന്നുള്ളത് ആ വചനത്തിൽ സ്പഷ്ടമാണ്. യേശുവിനോട് കൂടെ ആരെല്ലാം ആയിരുന്നുവോ അവരെല്ലാം പരിശുദ്ധമ്മയോട് കൂടെയും ആയിരുന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, ഞാൻ നിങ്ങളും ഈശോയോട് കൂടെയും അമ്മയിൽ നിന്നും അകലെയുമാണെങ്കിൽ അമ്മ നമ്മളെ തിരുത്തുക. ഈ ഒരു വചനത്തിലൂടെ അമ്മയോട് കൂടെ ആയിരുന്നപ്പോഴാണ് ആദ്യമായിട്ട് അഗ്നി നാവുകള് അവർക്ക് നൽകപ്പെട്ടത്. അഗ്നി അഭിഷേകത്തിന്റെ കരങ്ങളല്ല, അഗ്നി അഭിഷേകത്തിന്റെ ഹൃദയമല്ല, ബുദ്ധിയല്ല, ഒന്നുമല്ല, നാവിലാണ് ആദ്യമായി പരിശുദ്ധാത്മാഭിഷേകം അവരുടെ മേൽ ഇറങ്ങി വന്നതെങ്കിൽ പ്രിയപ്പെട്ട ദൈവജനമേ, എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറഞ്ഞവളോട് കൂടെ ആയിരിക്കുമ്പോഴാണ് പലപ്പോഴും നാവിന്റെ കെട്ടുകള് നമുക്ക് ബന്ധിക്കാനായിട്ട് സ്വയമേവ നമുക്ക് പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. അതാണ് ജെറമിയ 15:19 പറയുന്നത്, വില കെട്ടത് പറയരുത്. വില കെട്ടത് പറയുന്നുണ്ടോ അമ്മയുടെ സാന്നിധ്യം നമ്മൾ ഇന്ന് വിട്ടുമാറും. അഭിഷേകത്തിൽ നിറയണം നമ്മുടെ നാവുകൾ. കാരണം ജപമാലയാണ് നമ്മുടെ കയ്യില്,
ജപമണികൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതൊരുവിടുന്ന നാവിലേക്കും അതേ അഭിഷേകം കടന്നു വരണം. ഈ നാവിലൂടെ പരിശുദ്ധ അമ്മയുടെ നാമത്തെ നമ്മൾ ഉരുവിടുമ്പോൾ സാത്താൻ ഏറ്റവും കൂടുതൽ ഭയക്കുന്നതാണ് അമ്മയുടെ നാമം. യേശു എന്നുള്ള നാമം കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മ എന്നുള്ള അല്ലെങ്കിൽ മറിയം എന്നുള്ള നാമം കേൾക്കുമ്പോൾ ഇവൻ ഭയന്നോടാറുണ്ട്. പ്രിയപ്പെട്ടവരെ, പല സ്ഥലങ്ങളിലും ഈശോയുടെ നാമത്തില് വിടുതൽ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ പറഞ്ഞതുപോലെ കേരളത്തിനകത്തും പുറത്തും ഇന്ത്യക്ക് വെളിയിലും പലയിടങ്ങളില് വിടുതലിന്റെ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ഏറ്റവും അവസാനത്തെ ആയുധമായിട്ട് എടുക്കുന്നതാണ് പരിശുദ്ധ അമ്മ എന്ന് പറയുന്ന നാമം. ആ പേര് കേൾക്കുന്ന മാത്രയില് സാത്താൻ പറയും, നീ അത് പറയരുത്, അവളുടെ പേര് പറയരുത്, അവളുടെ പേര് ഉച്ചരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആക്രോശിക്കാനും മുഖത്ത് കാറി തുപ്പിയത്, നെഞ്ചത്ത് ചവിട്ടിയത് ഒത്തിരി അനുഭവങ്ങളുണ്ട്. അമ്മയുടെ പേര് കേട്ടപ്പോൾ സാത്താൻ നടുങ്ങി വിറച്ച അനുഭവങ്ങൾ ഒത്തിരി പറയാനുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് പറയണമെങ്കിൽ, അത് അനുഭവിക്കണമെങ്കിൽ സാത്താനെ കീഴടക്കാൻ നമുക്ക് പറ്റണം. സാത്താനെ കീഴടക്കണമെങ്കിൽ ഒത്തിരി നമ്മൾ സംസാരിച്ചുകൊണ്ടല്ല, നാവിന്റെ മേൽ കെട്ടുവീഴണം. പരിശുദ്ധാത്മാവിന്റെ അഗ്നിനാവ് കൊണ്ട് നമ്മുടെ നാവുകൾ കെട്ടപ്പെട്ട് കഴിയുമ്പോഴാണ് സാത്താന്റെ മേൽ നന്മ നിറഞ്ഞ മറിയമേ എന്ന് നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോ നമ്മുടെ കുടുംബത്തെ ഭരിക്കുന്ന അസ്വസ്ഥതയുടെ, പൈശാചികതയുടെ, രോഗത്തിന്റെ, സാമ്പത്തിക കെട്ടുകളുടെ സകല അരൂപികളും അമ്മ എന്നുള്ള നാമം കേൾക്കുമ്പോ, നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന കേൾക്കുമ്പോ കുടുംബത്തിൽ നിന്ന് വിട്ടുമാറും. പ്രിയപ്പെട്ട ദൈവജനമേ, അങ്ങനെ പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് കെട്ടുകൾ അഴിയണമെങ്കിൽ, നമ്മുടെ ശരീരത്തിൽ നിന്ന് രോഗപീഠകൾ വിട്ടുമാറണമെങ്കിൽ, നമ്മുടെ മക്കളെ ബാധിച്ചിരിക്കുന്ന എല്ലാ തരത്തിലുള്ള ലഹരിയുടെ, പൈശാചികതയുടെ അരൂപികൾ നമ്മുടെ മക്കളെ വിട്ടുമാറണമെങ്കിൽ അമ്മയുടെ നാമം ഉച്ചരിക്കുന്ന നമ്മുടെ അധരം, അമ്മയുടെ ജപമാല പ്രാർത്ഥന ചൊല്ലുന്ന നമ്മുടെ അധരം വിശുദ്ധമായിരിക്കണം. വില കെട്ടത് പറയരുത്. ക്ഷമിക്കുന്ന നാവായിരിക്കണം, അനുഗ്രഹിക്കുന്ന നാവായിരിക്കണം. കുറ്റം വിധിക്കുന്ന നാവുകളിൽ ജപമാല പ്രാർത്ഥനകൾ ഒരിക്കലും സ്ഥാനം പിടിക്കില്ല. ആമേൻ, ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ. നമ്മൾ വില കെട്ടത് പറയരുത്. ജപമാല ചെല്ലുന്ന മക്കള് അമ്മയുടെ സ്വഭാവം കാണിക്കണം. ജപമാല പ്രാർത്ഥന ചൊല്ലുമ്പോൾ ജപമാല കൈകളില് നമ്മൾ എടുക്കുമ്പോൾ, പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ജപമണികൾ നമുക്ക് ഏറ്റവും വലിയ ആയുധമായിട്ട് മാറണം. ജപമാല കയ്യിലെടുക്കുമ്പോൾ ഈ ജപമണികളിൽ നിന്ന് അമ്മയുടെ ശക്തി പുറപ്പെടണം. നമ്മൾ ആയിരിക്കുന്നിടത്തെല്ലാം പരിശുദ്ധ അമ്മയുടെ ശക്തി പുറപ്പെടണം. നമ്മളിൽ നിന്ന്, നമ്മുടെ ശരീരത്തിൽ നിന്ന്, നമ്മുടെ നോട്ടത്തിൽ നിന്ന്, നമ്മുടെ സംസാരത്തിൽ നിന്ന് പരിശുദ്ധാത്മാഭിഷേകം മറ്റുള്ളവരിലേക്ക് പുറപ്പെടണമെങ്കിൽ പ്രിയപ്പെട്ട ദൈവജനമേ, അമ്മയുടെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ജപമാല ഉരുവിടുമ്പോൾ, കുടുംബ പ്രാർത്ഥനയില്, മറ്റു വ്യക്തിപരമായ പ്രാർത്ഥനകളില് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, വില കെട്ടത് പറയരുത്, അശുദ്ധ ഭാഷണം നടത്തരുത്. നമ്മുടെ നാവ് മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്ന നാവാകരുത്, പഴി പറയുന്ന നാവാകരുത്. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി നിന്റെ കണ്ണുകൾ തിരയുന്നുണ്ടോ? നിന്റെ കണ്ണുകളിൽ നിന്ന് കർത്താവിന്റെ ശക്തി പുറപ്പെടത്തില്ല. ആമേൻ. അഭിഷേകത്തോടെ പറയട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു മകന്റെ സംസാര തടസ്സത്തെ കർത്താവ് ഇപ്പോൾ എടുത്തു മാറ്റിക്കൊണ്ടിരിക്കുന്നത്, ഈശോ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു മകളുടെ ഇടതുവശത്തുള്ള, ശിരസിന്റെ ഇടതുഭാഗത്തുള്ള വേദന കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രസംഗിക്കുന്ന വചനം നിങ്ങൾ സ്വീകരിക്കുന്നത് കൊണ്ട് കർത്താവ് അത്ഭുത രോഗസൗഖ്യങ്ങൾ നിങ്ങൾക്ക് തരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, മനസ്സിൽ വിശുദ്ധിയോടെ, ഹൃദയത്തിലെ വിശ്വാസത്തോടെ, ആത്മാവിൽ പ്രതീക്ഷയോടെ ദൈവത്തിന്റെ തിരുവചനത്തെ നിങ്ങൾ സ്വീകരിച്ചോ. അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ സംഭവിക്കും, നിങ്ങളുടെ ദേശം അനുഗ്രഹിക്കപ്പെടും നിങ്ങളിലൂടെ. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എളിമയോടെ തമ്പുരാന്റെ മുമ്പിൽ ആയിരിക്കണമെങ്കിൽ അമ്മ പഠിപ്പിച്ചു തരണം പ്രാർത്ഥനകൾ. നമ്മൾ പലപ്പോഴും ദൈവത്തിന് മുമ്പിൽ ആയിരിക്കുന്നത് മുഴുവനും പ്രിയപ്പെട്ട ദൈവജനമേ നമ്മുടെ അഹങ്കാരത്തിന്റെ നിറവിലാണ്. ഞാനെന്തോ ആണെന്നുള്ള ഭാവത്തിലാണ് തമ്പുരാന്റെ മുന്നിൽ പോലും നമ്മുടെ നിയോഗങ്ങൾ നമ്മൾ സമർപ്പിക്കുന്നത്. കാരണം എന്താണെന്നറിയോ? ഒരു നിയോഗം ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ചിട്ട് അത് കിട്ടിയില്ലെങ്കിൽ ദൈവത്തോട് നിങ്ങൾ മറുതലിക്കുന്നുണ്ടോ, വഴക്കിടുന്നുണ്ടോ, മാറി നിൽക്കുന്നുണ്ടോ? നീ അഹങ്കാരിയ.
നീ അഹങ്കാരിയായി, എന്നിൽ നിങ്ങളിലും അഹങ്കാരത്തിന്റെ ലോകത്തിന്റെ അരൂപിയില് ഞാനെന്ന ഭാവം ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചത് കിട്ടുന്നില്ലെങ്കിൽ ദൈവത്തെ നമ്മൾ കുറ്റപ്പെടുത്തും. ഞാൻ പ്രാർത്ഥിച്ചിട്ട് അവൻ തന്നില്ല എന്ന് പറയുന്ന ഞാൻ എന്ന് പറയുന്ന അഹം എന്നിൽ നിന്ന് പുറത്തു വരുവാൻ പലപ്പോഴും ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകൾ നമ്മളെ വഴിതിരിച്ചു വിടുവാൻ സാത്താൻ നമ്മളെ ഒരുക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ പ്രാർത്ഥനയില് വിളകള് എന്ന് പറയുന്ന അഭിഷേകവും കള എന്ന് പറയുന്ന വിശ്വാസക്കുറവും സാത്താൻ തരുന്നുണ്ട്. വിള എന്ന് പറയുന്ന അഭിഷേകം പരിശുദ്ധാത്മാവ് തരുമ്പോ കള എന്ന് പറയുന്ന വിശ്വാസക്കുറവ് നമ്മുടെ പ്രാർത്ഥനയിൽ സാത്താൻ വിതച്ചിട്ട് പോയിട്ടുണ്ട്. പലപ്പോഴും നമുക്ക് അത് അനുഭവിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി പ്രാർത്ഥിക്കും, പക്ഷെ ആ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ഒരു 10 ജപമാല ചൊല്ലിയാലും പ്രിയപ്പെട്ട ദൈവജനം അതില് ഒരു ജപമാലയായിരിക്കും ഒരുപക്ഷെ നമ്മുടെ നിയോഗത്തിന് വേണ്ടി ദൈവം സ്വീകരിച്ചത്. ബാക്കി 9 നിന്റെ വിശ്വാസക്കുറവ് പരീക്ഷിക്കാൻ ദൈവം വരവ് വയ്ക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാത്തതിന് കാരണം ഇതാ. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകള് പെട്ടെന്ന് ഉത്തരം കിട്ടേണ്ടതിന് പകരം മാസങ്ങളും വർഷങ്ങളും എടുത്തിട്ട് ഉത്തരം കിട്ടാൻ കാരണം എന്താണെന്നറിയോ? വിശ്വാസക്കുറവിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളിൽ 70% ദൈവം സ്വീകരിക്കുന്നത് വിശ്വാസത്തിന്റെ അഭിഷേകം നിങ്ങൾക്ക് ലഭിക്കാനായിട്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മ അഭിഷേകം നമുക്ക് ലഭിക്കണമെങ്കിൽ പ്രിയപ്പെട്ട ദൈവജനമേ, ആദ്യം സഹനത്തിന്റെ അഭിഷേകത്തെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടാകണം. പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മ അഭിഷേകം നമ്മൾക്ക് ലഭിക്കണമെങ്കിൽ ആദ്യമേ സഹനത്തിന്റെ അഭിഷേകത്തെ നമുക്ക് സ്വീകരിക്കാൻ പറ്റണം. അതാണ് പരിശുദ്ധ അമ്മയുടെ സന്തോഷത്തിന്റെ രഹസ്യത്തിലെ 4ാമത്തെ രഹസ്യം ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഉൽപ്പത്തി മുതൽ നമ്മൾ എടുത്തു നോക്കിക്കോ, അതിൽ ഒത്തിരി പ്രവാചകന്മാര് കടന്നു വന്നു, വിശുദ്ധ സ്നാപക യോഹന്നാൻ വരെ. ഈ പ്രവാചകന്മാരെല്ലാം പറഞ്ഞത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളാണ്. എന്നാൽ ശീമോന്റെ പ്രവചനം പരിശുദ്ധ അമ്മയോട് നേരിട്ടാണ്. അവിടെ 2 പ്രവചനം ശീമോൻ നടത്തുന്നുണ്ട്. അതിലൊന്ന് പരിശുദ്ധ അമ്മയുടെ ഹൃദയവിചാരങ്ങളെ ഭേദിക്കുമാറ് തുളഞ്ഞു കയറുന്ന വാളിനെ കുറിച്ചുള്ള പ്രവചനവും ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനവും അവന്റെ രാജ്യത്വത്തെ കുറിച്ചുള്ള പ്രവചനവും ശീമോൻ പ്രവചിക്കുന്നുണ്ട്. മറ്റുള്ള പ്രവചനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായൊരു പ്രവചനത്തിൽ പരിശുദ്ധ അമ്മ മുറിവേറ്റു. അത് അമ്മയുടെ വ്യാകുലമായിട്ട് നമ്മൾ ധ്യാനിക്കുകയും ചെയ്യുന്നു. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, പരിശുദ്ധാത്മ അഭിഷേകം സ്വീകരിക്കണമെങ്കിൽ ആദ്യമേ സഹനത്തിന്റെ അഭിഷേകം സ്വീകരിക്കണം. പരിശുദ്ധ അമ്മ 7 വ്യാകുലങ്ങളോടുകൂടെയാണ് യേശു എന്ന് പറയുന്ന അഭിഷേകത്തെ സ്വീകരിക്കുന്നത്. 7 വ്യാകുലങ്ങൾ സഭയുടെ 7 തൂണുകളാകുന്ന 7 കൂദാശകളോട് ചേർത്ത് നമുക്കതിനെ സ്വീകരിക്കാൻ പറ്റണം. പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധമ്മ 7 വ്യാകുലങ്ങളിൽ നിന്ന് സഹരക്ഷക എന്ന് പറയുന്ന ആ ഒരു വലിയ സ്ഥാനത്തെ അമ്മ നേടിയെടുത്തതല്ല, പുത്രൻ കൊടുത്തതല്ല, മറിച്ച് അമ്മയുടെ സഹനത്തിൽ നിന്ന് അവളിലേക്ക് വരവ് വയ്ക്കപ്പെട്ടതാണ്. പ്രിയപ്പെട്ടവരെ, എപ്പോഴെല്ലാം നമ്മൾ സഹനത്തിലായിരിക്കുന്നുണ്ടോ ഈ 7 വ്യാകുലങ്ങളിലൂടെ നമ്മൾ കടന്ന് ശീമോന്റെ പ്രവചനം വരെ നമ്മൾ ചെന്ന് നിൽക്കും. എപ്പോഴെല്ലാം നമ്മൾ സഹനത്തിലൂടെ കടന്നു പോകുന്നുണ്ടോ ഈ 7 വ്യാകുലങ്ങളിലൂടെ അമ്മ നമ്മെ കൊണ്ടുപോയി ശീമോന്റെ പ്രവചനം വരെ എത്തി. ഹൃദയത്തിന്റെ ചിന്തകളെ ഭേദിക്കുമാറൊരു വാള് നിന്റെ നെഞ്ചിലൂടെ കടന്നു വരുവാൻ കർത്താവായ യേശു ക്രിസ്തു നിനക്ക് കാരണമാക്കിയിട്ടുണ്ടോ? പ്രിയപ്പെട്ട ദൈവജനമേ, തൊട്ടടുത്ത ദിവസങ്ങളില്, തൊട്ടടുത്ത ആഴ്ചകളില്, മാസങ്ങളില്, വർഷങ്ങളില് പരിശുദ്ധാത്മ അഭിഷേകം നിന്റെ മേൽ കടന്നു വരുന്നതിനുള്ള ഒരുക്കമാണ് നിന്റെ സഹനം എന്നുള്ളത് നീ തിരിച്ചറിയണം. അഭിഷേകത്തോടെ അതുകൊണ്ട് ദൈവം നിനക്ക് തരുന്ന സഹനത്തിന്റെ അഭിഷേകത്തെ തള്ളിക്കളയരുതൊരിക്കലും. ദൈവം നിനക്ക് തരുന്ന രോഗത്തിലൂടെ, ബാധ്യതയിലൂടെ, ജപ്തി ഭീഷണിയിലൂടെ, മക്കളെ കുറിച്ചുള്ള ആകുലതകളിലൂടെ, ഭർത്താവിനെ കുറിച്ച്, ഭാര്യയെ കുറിച്ചുള്ള ആകുലതകള്, മാതാപിതാക്കളെ കുറിച്ചുള്ള ആകുലതകള്, ഭവനത്തെ കുറിച്ച്, സ്ഥലത്തെ കുറിച്ചുള്ള ആകുലതകള്, നിരവധി ആകുലതകളിലൂടെ ദൈവം
ദൈവം നിന്നെ സഹനത്തിന്റെ വഴിയെ നടത്തുന്നുണ്ടെങ്കിൽ, ആ സഹനത്തിന്റെ അഭിഷേകം നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട ദൈവജനമേ, നിന്നെ കാത്തിരിക്കുന്ന പരിശുദ്ധാത്മ അഭിഷേകവും അതിന് പിന്നാലെ കടന്നു വരുന്നുണ്ട്. ഹല്ലേലൂയാ, അഭിഷേകത്തോടെ ഹല്ലേലൂയാ. അതുകൊണ്ട് നീ സ്വീകരിച്ച ആദ്യത്തെ അഭിഷേകം, നീ സ്വീകരിക്കേണ്ട ആദ്യത്തെ അഭിഷേകം പരിശുദ്ധാത്മ അഭിഷേകമല്ല, സഹനത്തിന്റെ അഭിഷേകമാ. ഹല്ലേലൂയാ. എത്ര മക്കള്, പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങളൊന്ന് കേൾക്കണേ, കാണണേ. എത്ര മക്കൾ ഇവിടെ വന്ന് കർത്താവിന്റെ വചനം പ്രഘോഷിച്ചു പോകുന്നുണ്ടോ, ആ മക്കളിലെല്ലാം ഇതുപോലെ ഒരു സഹനത്തിന്റെ അഭിഷേകം കഴിഞ്ഞതിന് ശേഷമാണ് പരിശുദ്ധാത്മാഭിഷേകം സ്വീകരിക്കാൻ ഞങ്ങൾക്ക് ദൈവം അവസരം തന്നിട്ടുള്ളൂ. ആദ്യമേ പരിശുദ്ധാത്മാവിനെ തന്ന് ഞങ്ങളെ ഉയർത്തിയതല്ല കർത്താവ്, മറിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ കല്ലും മുള്ളും നിറഞ്ഞ പാതയാകുന്ന സഹനത്തിന്റെ അഭിഷേകത്തെ തന്നുകൊണ്ട് അതിലൂടെ നടക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടാണ് പരിശുദ്ധാത്മാഭിഷേകം കർത്താവായ ദൈവം ഓരോ ശുശ്രൂഷകരും തന്നതെങ്കിൽ, അത് കേൾക്കുന്ന നിങ്ങള് അവരുടെ അധരത്തിലൂടെ പുറപ്പെടുന്ന ദൈവത്തിന്റെ വചനങ്ങളെ സ്വീകരിക്കുന്ന നിങ്ങളിലും ഇതുപോലെ തന്നെ ദൈവം സഹനത്തിന്റെ അഭിഷേകം തന്നിട്ടാണ് പരിശുദ്ധാത്മ അഭിഷേകം തന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു സഹനം നിങ്ങളിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വരില്ല. ഒരു സഹനം നിങ്ങളിൽ ഇല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം കേൾക്കാൻ നിങ്ങൾ താല്പര്യപ്പെടില്ല. അതുകൊണ്ട് കർത്താവ് നിങ്ങളെ വാർത്തെടുക്കാൻ സഹനം തരുമ്പോ നഷ്ടധൈര്യരാകരുത്. കർത്താവ് തന്ന സഹനത്തെ നിറഞ്ഞ മനസ്സോടെ നീ സ്വീകരിക്കുകയാണെങ്കിൽ തുടർന്നു വരുന്ന പരിശുദ്ധാത്മ അഭിഷേകവും നിനക്ക് സ്വന്തമാക്കാൻ പറ്റും. ആമേൻ, ഹല്ലേലൂയാ. അഭിഷേകത്തോടെ ഹല്ലേലൂയാ, വിശ്വാസത്തോടെ ഹല്ലേലൂയാ. കർത്താവിന്റെ ശക്തി നമ്മളിൽ നിന്ന് പുറപ്പെടണം. നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ശക്തി നമ്മളിൽ നിന്ന് പുറപ്പെടണം. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ ശക്തിയാണ് സഹനത്തിന്റെ അഭിഷേകം. കാരണം ഈശോ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നിമിഷം മുതൽ ഇങ്ങോട്ട് നിങ്ങൾ എടുക്ക്, ഈ ലോകത്തിലേക്ക് അവൻ പിറന്നു വീണ നിമിഷം മുതൽ എടുക്ക്, കർത്താവിന്റെ ആദ്യത്തെ സഹനം അവിടെ നിന്ന് തുടങ്ങുക. സ്വർഗത്തിന്റെ എല്ലാം വിട്ടുകൊണ്ട് ഈ ഭൂമിയില് മനുഷ്യരുടെ സാദൃശ്യത്തില്, മനുഷ്യരുടെ ആകൃതിയിൽ ദൈവം കടന്നു വരേണ്ട അവസ്ഥ ദൈവത്തിന്റെ ആദ്യത്തെ സഹനമാണ്. അതിന്റെ ഏറ്റവും പാരമ്യത്തിൽ നിൽക്കുന്ന അവസ്ഥ മാത്രമാണ് ഗാഗുൽത്ത മല എന്ന് പറയുന്നത്, കാൽവരി മല. പ്രിയപ്പെട്ട ദൈവജനമേ, സഹനം എപ്പോഴും കാൽവരിയിലേക്ക് മാത്രം നോക്കി കാണേണ്ടതല്ല. യേശു ജനിച്ചു വീണ അന്നു മുതൽ സഹനത്തെ നോക്കിക്കാണാൻ നിങ്ങളുടെ കണ്ണുകൾ നിങ്ങൾ ഒരുക്കണം. ക്രിസ്മസ് ആഘോഷത്തിൻ്റെതല്ല പ്രിയപ്പെട്ടവരെ, ക്രിസ്മസ് കർത്താവിന്റെ സഹനത്തിന്റെ ആഘോഷമാണ്. സന്തോഷത്തിന്റെ ആഘോഷമായിട്ട് നമ്മൾ അതിനെ ആഘോഷിക്കുമ്പോഴും ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, സ്വർഗത്തിന്റെ എല്ലാം വിട്ടുകൊണ്ട് ഭൂമിയിലേക്ക് കടന്നു വന്ന അവന്റെ ആദ്യത്തെ സഹനം നമ്മൾ സന്തോഷിച്ച് ആഘോഷിക്കുക. എവിടെയെല്ലാം നമ്മൾ ആഘോഷത്തിൽ സന്തോഷം കണ്ടെത്തുന്നുണ്ടോ, നമ്മുടെ സ്പിരിച്വലി, നമ്മുടെ ആത്മീയതയിൽ എവിടെയെല്ലാം നമ്മളൊരു സന്തോഷത്തിന്റെ ആഘോഷം കടന്നു വരുന്നുണ്ടോ, അതിന് പുറകില് ദൈവം അനുഭവിച്ച, ക്രിസ്തു അനുഭവിച്ച സഹനത്തിന്റെ ഒരു കണ്ണുനീര് കൂടെ കാണാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഹല്ലേലൂയാ, അഭിഷേകത്തോടെ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവിന്റെ സഹനത്തിന്റെ ആ ഒരു അഭിഷേകത്തെ കൂടെ കാണാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. കർത്താവിന്റെ സഹനത്തിന്റെ അഭിഷേകത്തെ കാണാൻ പറ്റാത്ത വ്യക്തികൾക്ക്, പ്രിയപ്പെട്ട ദൈവജനമേ, കർത്താവിന്റെ ഉയർപ്പിനെ സ്വീകരിക്കാൻ പറ്റത്തില്ല. കുരിശിന്റെ വഴി അറിയാത്തവന് കുരിശ് എന്താണെന്ന് മനസ്സിലാവില്ല. കുരിശിന്റെ വഴി അറിയാത്ത വ്യക്തിക്ക് കുരിശിലൂടെ വരുന്ന രക്ഷയും അറിയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം കുരിശിന്റെ വഴി അറിയണം. അതാണ് നമ്മുടെ വ്യക്തി ജീവിതങ്ങള്. അത് കുരിശിന്റെ വഴിയാ പ്രിയപ്പെട്ടവരെ. അവസാനം ദൈവം നമ്മളെ കൊണ്ട് ചെന്ന് നിർത്തുന്ന കാൽവരി മലമുകളുണ്ട്. അവിടെ 3 ആണികളില് ദൈവം നമ്മളെ നാട്ടിക്കഴിയുമ്പോൾ ആ 3 ആണികളിൽ നമ്മൾ കടന്നുകൊണ്ട്, പിതാവേ, ഇവര് ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല എന്ന് ദൈവം നമ്മളെ കൊണ്ട് പറയിപ്പിക്കും. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് സഹനത്തിലൂടെ നടത്തി മറ്റുള്ളവർ നമ്മളോട് ചെയ്യുന്നതിനെ പൂർണ്ണമായിട്ട് ക്ഷമിക്കാൻ തക്ക ഒരു അഭിഷേകത്തിന്റെ ലെവലിലേക്ക് കർത്താവായ ദൈവം നമ്മളെ കൊണ്ടു ചെന്ന് നിർത്തുമ്പോൾ നമ്മൾ പറയും, പിതാവേ, ഇവര് ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല, നീ ഇവരോട് ക്ഷമിക്ക്. ഇത് പറഞ്ഞ് ശരീരത്തിൽ നമ്മൾ മരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മ അഭിഷേകം എന്ന് പറയുന്ന ഉദ്ധാനം നമുക്കുണ്ടാവും. ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തിൽ മരിക്കുമ്പോൾ ആത്മാവിലെ ദൈവം നമുക്കൊരു ഉദ്ധാനം തരും. നമ്മുടെ ശരീരത്തിൽ പല
കാര്യങ്ങളും കേട്ടിങ്ങനെ ഇരിക്കുക. ശരീരത്തെ നമ്മൾ കുഴിച്ചു മൂടണം പ്രിയപ്പെട്ടവരെ. ശരീരത്തെ നമ്മൾ പൂർണ്ണമായിട്ട് കുഴിച്ചു മൂടുന്നിടത്ത് ദൈവത്തിന്റെ ശക്തി ആത്മാവില് തിളങ്ങി വരും പ്രിയപ്പെട്ടവരെ. ദൈവത്തിന്റെ അഭിഷേകം ആത്മാവിൽ നിറഞ്ഞു നിൽക്കും. പരിശുദ്ധാത്മ അഭിഷേകം എന്ന് പറയുന്നത് ഇവിടെ പരിശുദ്ധ അമ്മയുടെ 4ാമത്തെ രഹസ്യം നിങ്ങൾ എടുത്തേ. ആ സന്തോഷത്തിന്റെ രഹസ്യത്തിലും 4ാമത്തേതില് ശീമോന്റെ പ്രവചനം കടന്നു വന്നില്ലേ? സന്തോഷത്തിന്റെ രഹസ്യം എന്ന് പറയുന്ന 4ാമത്തേതിലും ശീമോന്റെ പ്രവചനത്തിൽ പറയുന്നില്ലേ, നിന്റെ ഹൃദയ വിചാരങ്ങള് ഭേദിക്കുമാറൊരു വാട് തുളഞ്ഞു കയറും. പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ നമ്മൾ സ്വീകരിക്കുമ്പോൾ ഇതുപോലെ ഒരു സഹനത്തിന്റെ പിന്നാമ്പുറം നമുക്കുണ്ടാകണം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ നമ്മൾ എത്രത്തോളം സ്വീകരിക്കുന്നുവോ സഹനത്തിന്റെ പിന്നാമ്പുറം ഇല്ലാതെയാണ് പരിശുദ്ധാത്മ അഭിഷേകം നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ട ദൈവജനമേ, അഭിഷേകത്തിന് നിലനിൽപ്പുണ്ടാവില്ല. നേരെമറിച്ച് സഹനത്തോടു കൂടെ സഹനത്തിന്റെ വഴിയെ നടന്ന് 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 നമ്മുടെ കാലിനും നമ്മുടെ കണ്ണുകൾക്കും അധരത്തിനും നമ്മുടെ മുഴുവൻ ജീവിതത്തിനും ഒരു തഴമ്പ് കർത്താവ് തരും. ഒരു ഉറച്ച ഒരവസ്ഥ ദൈവം നമുക്ക് തരും. തീയില് കുരുത്തത് വെയിലത്ത് വാടില്ലെന്ന് പറയുന്ന ഒരവസ്ഥ അത് ദൈവം നമുക്ക് തന്ന് നമ്മുടെ മനസ്സിനെ ആത്മാവിൽ കർത്താവ് മനസ്സിനൊരു ദൃഢത തരും. അതിനുശേഷം ദൈവം തരുന്ന അഭിഷേകമാണ് പരിശുദ്ധാത്മാഭിഷേകം. ഈ ധ്യാനത്തില് ഇന്ന് 2ാം ദിവസമാണ്. ഈ 2ാം ദിവസത്തില് നിങ്ങളുടെ നിയോഗങ്ങൾ നിങ്ങൾ ഈ 3 ദിവസവും നിങ്ങൾ ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുമ്പോഴും നിങ്ങൾ പറയാൻ മടി കാണിക്കരുത്. കർത്താവേ, നീ തന്ന സഹനങ്ങള് അനേകം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ കാഴ്ചവെക്കാൻ തയ്യാറാണ് എന്ന് നിങ്ങൾ ഏറ്റു പറയണം. നിങ്ങളുടെ ജീവിതത്തില് നാളെ പരിശുദ്ധാത്മ അഭിഷേകവും വിടുതലും സ്വായത്തമാക്കണമെങ്കിൽ ഇന്ന് ദൈവം അനുവദിച്ച സഹനത്തിന്റെ അഭിഷേകത്തെ സ്വീകരിക്കാൻ നിങ്ങൾ മനസ്സാകണം. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹല്ലേലൂയ. ദൈവം അനുവദിച്ച സഹനത്തിന്റെ അഭിഷേകത്തെ സ്വീകരിക്കാൻ നിങ്ങൾ മനസ്സാകുമ്പോഴാണ് പ്രിയപ്പെട്ട ദൈവജനമേ ഏതൊരു ധ്യാനത്തിന്റെയും സമാപന ദിവസത്തിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മ അഭിഷേകത്തിന്റെ നിറവിലും വിടുതലിന്റെ അനുഭവത്തിന്റെ നിറവിലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ള ദൈവജനമേ, യേശുവിലേക്ക് നമുക്ക് നമ്മളെ തന്നെ കൊടുക്കാം. കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. യേശുവിന്റെ എല്ലാ സഹനത്തിനു പിന്നിലും പരിശുദ്ധ അമ്മ എന്ന് പറയുന്ന സഹരക്ഷകയുടെ സ്ഥാനമുണ്ടെങ്കിൽ നമ്മുടെ വ്യക്തി ജീവിതത്തില് ദൈവം നമുക്ക് കൽപ്പിച്ചനുവദിച്ച് തന്നിട്ടുള്ള ഏതൊരവസ്ഥയിലും പ്രിയപ്പെട്ട ദൈവജനമേ, അമ്മ എന്ന് പറയുന്ന മാധ്യസ്ഥ ശക്തിയും നമ്മളോട് കൂടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് മറക്കാതിരിക്കാം, നമുക്ക് ഓർമ്മയിലായിരിക്കാം. ഹല്ലേലൂയ.